കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അന്ന് ഈ മുറിക്കുള്ളിൽ നീയും ഞാനും. ഇപ്പൊ എന്തിനായിട്ട് അതൊക്കെ ഓർമ്മിപ്പിക്കുന്നേ? നമ്മൾ രണ്ടുപേരും ചേർന്ന്. അതൊക്കെ എന്തിനായിട്ട് ഇപ്പൊ പറയുന്നേ? പറയാൻ സമ്മതിക്കേ? എനിക്ക് നാണം വരുന്നുണ്ട്. എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. രണ്ടുപേരും ചേർന്ന് ഓരോ ഗ്ലാസ് വീതം പാലും 2 ലഡുവും 1 കിലോ ബൂന്തിയും കഴിച്ചില്ലേ? അതിനുശേഷം 1 ആപ്പിൾ, 1 ഏത്തപ്പഴം, 10 മുന്തിരിങ്ങയും കഴിച്ചു. ഇതാണോ ഏട്ടൻ പറയാൻ വന്നേ? ഇന്നും അതുപോലെ കഴിച്ചാലോ? ഏട്ടൻ എപ്പോ നോക്കിയാലും കഴിക്കുന്ന കാര്യം. അയ്യോ സോറി ചേച്ചി, സോറി. വസു, എക്സ്ട്രീംലി സോറി ചേച്ചി, ഞാൻ ഡിസ്റ്റർബ് ചെയ്തു. അങ്ങനെയൊന്നും ഇല്ല വസു, അത് ചുമ്മാ കാഷ്വലായിട്ട് സംസാരിക്കുമായിരുന്നു. അയ്യോ റിയലി സോറി ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. സോറി സോറി സോറി. അയ്യോ പ്ലീസ് വസു, ഒന്ന് നിർത്തോ? നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണോ? എന്നോടും ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഇനി അവസരം വരുമല്ലോ, അപ്പൊ ശരിയാക്കി തരാം. അത് അപ്പൊ നോക്കാം ചേച്ചി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോ ചേച്ചി അനിയത്തിയും പോലെ തന്നെയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ദിവസം വീട്ടിലുള്ളവരെല്ലാരും ഹാപ്പിയാ. ഈ സന്തോഷം ആരെ കൊണ്ടും തടയാൻ പറ്റൂല വസു. അമ്പികെ, വീട്ടില് ബന്ധുക്കളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നീ കുറച്ച് സമാധാനത്തോടെ സംസാരിക്കണേ. ആരുണ്ടെങ്കിലും ശരി, 2-1 അറിഞ്ഞേ പറ്റുള്ളൂ. അമ്പികെ, അതെ അതെ, ഇന്നെന്റെ മൂത്ത മകന്റെ വിവാഹ വാർഷികമാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇവരെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? വരൂ വരൂ. എന്താ അറിയിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? അതെ, ഇന്ന് വല്യേട്ടന്റെയും ഏടത്തിയുടെയും വിവാഹ വാർഷികമല്ലേ, അവരെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാ. അങ്ങനെയാണോ? വളരെ സന്തോഷം. സ്വന്തം മകൾക്ക് വേണ്ടി മാത്രമല്ലാതെ എന്റെ മൂത്ത മകന്റെയും മരുമോളുടെയും കാര്യത്തിന് വന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. വലിയ മനസ്സായത് കൊണ്ടൊന്നുമല്ല, നിങ്ങൾക്കൊരു പണി തരാൻ വേണ്ടി വന്നത്. ഇരിക്കു ചേച്ചി, ചേട്ടനും ഇരിക്കെ. കാർത്തികേ, അമ്മയ്ക്കും അച്ഛനും കോഫി കൊണ്ടുവാ. ശരി അമ്മേ. മോം ഒന്നിങ്ങോട്ട് വരുമോ? അതല്ല കാർത്തികേ, ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ ഇരിക്കുന്നേ. അളിയ വീട്ടിലുണ്ടോ പെങ്ങളെ? അദ്ദേഹം ഇവിടെ ഇല്ല, ഓഫീസിൽ പോയിരിക്കാം. ദൈവമേ, രക്ഷപ്പെട്ടു. എന്താ ബേബി ഇത്? നിന്റെ അമ്മയോട് സംസാരിക്കാൻ വന്നപ്പോ നീ ഇങ്ങനെ റൂമിലേക്ക് കൊണ്ടുവരികയാണോ? എന്ത് സംസാരിക്കാനാ? അമ്മ ഇപ്പൊ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നീ ഇവിടെ ഇങ്ങനെ സഫർ ചെയ്യുമ്പോ ഞാൻ എങ്ങനെ സമാധാനമായിരിക്കും? ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം മോം. ആവശ്യമില്ലാതെ ഇഷ്യൂ ഉണ്ടാക്കല്ലേ. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നീ എന്താ എന്നോട് പറയാത്തേ? അങ്ങനെ പറയാനും മാത്രം ഒന്നുമില്ല മോം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു സിസ്റ്റർ? അതുകൊണ്ടാണല്ലോ സിസ്റ്റർ ഞാൻ പറഞ്ഞത്. ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. പ്ലീസ് മോം, ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നീ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? ആരെയാ നീ ഇങ്ങനെ പേടിക്കുന്നേ? നീ അംബികാദേവിയുടെ ഒരേ ഒരു മകളാണ്.
ആരെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാം അവളാ നോക്കുന്നത് പെങ്ങളെ. നിന്റെ അച്ഛനെ കണ്ടില്ലേ? ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. ഭർത്താവിനെ അങ്ങനെ കൺട്രോളിലാക്കണം. സാരിത്തുമ്പിൽ കെട്ടിവെക്കണം. മനസ്സിലായോ? ശരി മോം, ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ അതൊക്കെ ചെയ്യുന്നവളായിരുന്നെങ്കിലേ പ്രശ്നം ഇത്രയ്ക്കും വഷളാകില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ വരേണ്ടി വന്നേ. പ്ലീസ് മോം, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കാർത്തികേ, വേഗം വന്നേ മോളെ. ദാ വരുന്നു അമ്മേ. മോം, അങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. വിഷ് ചെയ്തിട്ട് പൊക്കോണേ, ഓക്കെ അല്ലേ? ഇവള് എന്റെ മോള് തന്നെയാണോ? ഇവള് ഒരുപാട് മാറിപ്പോയി. അവളങ്ങനെ മാറ്റിയതാ സിസ്റ്റർ. ഈ കൊച്ചുമോനുണ്ടല്ലോ, അവൻ അങ്ങനെ സാരി തുമ്പ് കെട്ടിടാൻ പറ്റില്ല. അവൻ ആളൊരു മുരടനാ. ഇനി എന്റെ ഏട്ടനെ എടുത്തേ പറ്റിയും മറ്റുള്ള 2 കുട്ടികളെയും അവരെ ഭാര്യമാരെ പറ്റിയും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ. പക്ഷെ ബേബി എന്താ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പോയേ? ഇപ്പൊ എന്താ ചെയ്യ? കാർത്തികയുടെ കാര്യം, വരാനിരുന്ന സുനാമിയെ അവൾ ഇല്ലാതാക്കിയല്ലോ. എന്നാലും ഞാൻ വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇന്നിവിടെ വഴക്കുണ്ടാക്കിയേ പറ്റൂ. ഇരിക്കും മോം. ഞാനിപ്പോ വരാവേ. ആന്റി അങ്കിളോ, നിങ്ങൾ എപ്പോഴാ വന്നേ? കുറച്ചു നേരമായുള്ളൂ മോനെ. നിന്റെ ചേട്ടനെയും ചേട്ടത്തെയും വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാ. അങ്ങനെയല്ലേ അമ്പികേ? ഇതാ അവര് വന്നല്ലോ. വിഷ് യു എ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മോളെ. നിന്നോടും കൂടിയാ ഭാസ്കർ. താങ്ക് യു അങ്കിൾ. വിവാഹ വാർഷിക ആശംസകൾ. താങ്ക് യു ചെറിയമ്മേ. സുഖായിരിക്കുന്നു ചെറിയമ്മേ? ചെറിച്ച സുഖാണോ? സുഖമായിരിക്കുന്നു. ഞങ്ങൾക്ക് സുഖമാണെന്നുള്ളതിരിക്കട്ടെ, നിനക്കിവിടെ വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. നിനക്ക് പണി വരുന്നേ ഉള്ളൂടി. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ എത്രമാത്രം സന്തോഷവതിയാണെന്ന്. നിന്റെ വീട്ടിലതിനേക്കാളും ഇവിടെയാ നിനക്ക് ഇഷ്ടമെന്ന് തോന്നുന്നല്ലോ. പെൺകുട്ടികൾ ജനിച്ച വീട്ടിനേക്കാൾ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമായിരിക്കുന്നത് നല്ലതല്ലേ അമ്പികേ? ഇവൾക്ക് മാത്രമേ സന്തോഷമുള്ളൂ? അല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം തന്നെയാണോ? ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? ഇവൾ ഓഫീസിലൊക്കെ പോകുന്നുണ്ടെന്ന് കേട്ടു. ശരിയാണോ ചേച്ചി? അത് നമ്മുടെ ഓഫീസിൽ തന്നെ പോകുന്നേ. അബിക്കൊരു കൂട്ടായിട്ടാ പോകുന്നത്. മോം, നന്നായിട്ടുണ്ട് ചേച്ചി. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ എന്റെ ബേബി വീട്ടിലിരുന്ന്
ചായയും കോഫിയും ഒക്കെ കൊടുക്കുന്നു. വലിയ വിദ്യാഭ്യാസവും പണവും ഒന്നും ഇല്ലാത്ത വസു ഓഫീസിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്, അതിലെന്താ ഇത്ര തെറ്റ്? തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ട്. എന്താ ബേബി, കോഫി കുടിച്ചതിന് ശേഷം കപ്പ് ജോലിക്കാരി കഴുകുവോ അതോ നീയാണോ കഴുകി വെക്കുന്നത്? മോം ഇപ്പൊ എന്തിനാ ഇത് പറയുന്നേ? നമ്മുടെ വീട്ടിൽ നീ പുതച്ച പുതപ്പ് പോലും മടക്കി വെച്ച് ശീലമില്ല. എന്നിട്ട് ഇവിടെ എച്ചിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ അടുക്കള എവിടെയാണെന്ന് പോലും നിനക്കറിയില്ല. എന്നിട്ട് ഇവിടെ അടുക്കളയെ ശരണമെന്ന് പറഞ്ഞ് കിടക്കും പോലെയുണ്ട്. ഗുഡ്, വെരി ഗുഡ്. വീട്ടുജോലി ചെയ്യുന്നതിൽ എന്താ തെറ്റ്? തെറ്റുണ്ട് പ്രേം. അർഹതയില്ലാത്തവരെ തലയിലെടുത്ത് വെക്കുന്നത് തെറ്റു തന്നെയാ. ഈ വസുവിനേക്കാളും എന്റെ ബേബിക്ക് എന്താ കുറവ്? നഴ്സറിയിൽ മണ്ണപ്പം ചുട്ടവൾ ഓഫീസിൽ പോകുന്നെങ്കിലേ US ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് വന്ന എന്റെ ബേബി പാത്രം കഴുകണമെന്നാണോ? നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഞാൻ ബേബിയെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ടുണ്ടോ? ആഹാ, ഞാൻ എണ്ണ ഒഴിക്കാതെ തന്നെ തീ ആളി കത്താൻ തുടങ്ങിയല്ലോ. അതെ, കാഷ്വൽ ആയിട്ടാ ചേച്ചി ഞാൻ ചോദിക്കുന്നേ. നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കരുത്. ഈ വസുവിന് ഉള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? എന്റെ മകൾക്ക് ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ എന്താണ്? പഠിപ്പ് കുറവാണോ? അന്തസ് കുറവാണോ? എന്താണ് എന്റെ ബേബിക്കുള്ള കുറവ്? ഒന്നുമില്ലാത്ത ഇവൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ എന്റെ ബേബിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് ചോദിക്കാം. പക്ഷേ അതിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടാകുമോ ഇല്ലയോ? എത്ര മനോഹരമായ ബിരിയാണിയാണിത്. കുറച്ച് നാളായി ഈ ടേസ്റ്റ് കിട്ടിയിട്ട്. എന്നാലും 3 പേരെയും ഒരുപോലെ കാണുന്നതിന് പകരം എന്തിനാണ് ഈ പക്ഷപാതം? പക്ഷഭേദമൊന്നും അല്ല അംബികയെ, മോള് ഹാപ്പി ആയിരിക്കല്ലേ? എന്താ വസു, എന്റെ ബേബി ഹാപ്പിയാണോ അതോ നീയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നേ?
അർഹതയില്ലാത്തവരെ തലയിൽ കയറ്റി വെക്കുന്നത് തെറ്റ് തന്നെയാ. നഴ്സറിയിൽ മണ്ണപ്പം ചുട്ട് നടന്നവൾ ഓഫീസിൽ പോകുന്നു. US-ൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ച എന്റെ ബേബി എച്ചിൽ പാത്രം കഴുകണമെന്നോ? ഒന്നുമില്ലാത്ത ഇവൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ എന്റെ ബേബിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് ചോദിക്കാം. എന്റെ ബേബി ഹാപ്പിയാണോ അതോ നീയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? വസു, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ച്? അവിടെ സ്വഭാവം നിനക്ക് നേരത്തെ അറിയാവുന്നതല്ലേ? കല്യാണം തീരുമാനിച്ച മുതൽ പൊങ്ങച്ചം കാണിച്ചോണ്ടേ ഇരിക്കുന്നെ. നീ വിട്ടേക്ക്. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ എന്നെ 100 കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ തെറ്റ് ചെയ്യാതിരുന്നിട്ട് കുറ്റം കേൾക്കേണ്ടി വന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. എന്നെ സന്തോഷത്തോടെ കാണണമെന്നല്ലേ പറഞ്ഞു. നീ ഇങ്ങനെ വിഷമിച്ചാ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? സോറി ചേച്ചി. കരച്ചിൽ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും എന്നെ കൊണ്ട് കഴിയുന്നില്ല ചേച്ചി. അറ്റ്ലീസ്റ്റ് അമ്മയ്ക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാമായിരുന്നു. അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അവരോട് പറയാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അമ്മ അവരോട് പറയും വസു. അമ്മയുടെ മരുമകൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അമ്മ ചുമ്മാതിരിക്കും തോന്നുന്നുണ്ടോ? ഞാൻ ഓഫീസിലേക്ക് പോയത് വലിയ തെറ്റായിപ്പോയി. ഒരേ ഒരു ദിവസം ഓഫീസിൽ പോയതിന് ഇത്രയും പ്രശ്നങ്ങളോ? വീട്ടിലുള്ളവരും പുറത്തുള്ളവരും ഓരോന്ന് പറഞ്ഞ് മനസ്സിന് എന്തുമാത്രം വേദന ഉണ്ടായിന്ന് അറിയോ ചേച്ചിക്ക്? നീ ഓഫീസിൽ പോയതിലൊന്നും ഒരു തെറ്റുമില്ല വസു. അവര് നിന്നോട് സംസാരിച്ചതിലാ തെറ്റ്. വീട്ടില് കാർത്തിക കഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്കറിയാം. ഒരമ്മയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവർക്ക് വിഷമമുണ്ടാവും. അതും തെറ്റാണെന്ന് പറഞ്ഞില്ല. പക്ഷെ ഒരു ബന്ധവുമില്ലാതെ വെറുതെ എന്തിനാ എന്നെ വഴക്ക് പറയുന്നേ? അതുമല്ല, കാർത്തികയെ എന്നെ എന്തിനാ കമ്പയർ ചെയ്യുന്നേ? അവർക്ക് അങ്ങനെ പെരുമാറാനേ അറിയാവൂന്ന് വിചാരിക്കു വസു. അവർ ദിവസവും വരാൻ പോകുന്നില്ലല്ലോ. ഇന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി. ഒരു ചെറിയ വാക്ക് മതി ജീവിതകാലം മുഴുവൻ നമ്മളെ വേദനിപ്പിക്കാൻ. എനിക്ക് മനസ്സിലാവും വസു. പക്ഷേ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അഭി കണ്ട് അവന് സഹിക്കില്ല. അവനും വിഷമം വരില്ലേ? പ്ലീസ് അഭിയെ ഓർത്തെങ്കിലും നീ വിഷമിക്കാതിരിക്കുക പ്ലീസ്.